ആ ജാഫ്രിക്ക, ഞാൻ പിന്നെ ജാഫ്രിക്കയുടെ കോവയ്ക്ക ഫ്രൈ ട്രൈ ചെയ്ത് നോക്കി. കിടിലൻ സാധനം, അടിപൊളി. വെയിലത്ത് വെച്ച് ഉണക്കി നമ്മൾ ട്രൈ ചെയ്തു ജാഫ്രിക്ക. ആ അതെ അതെ, ജാഫ്രിക്ക ഏത് ഇന്റർവ്യൂ കൊടുത്താലും ഇപ്പൊ ജാഫ്രിക്ക ഫുഡ് ഉണ്ടാക്കുന്ന റീല വൈറലാവുന്നത്. കമന്റ്സ് ഒക്കെ പറയും ഈ മനുഷ്യൻ പറഞ്ഞു കൊതിപ്പിക്കുമല്ലോ എന്ന്. അത് കണ്ടപ്പോൾ തന്നെ പെട്ടെന്ന് കോവയ്ക്ക വാങ്ങി നമ്മളത് ഫ്രൈയും ചെയ്തു. അപ്പൊ ഇതെങ്ങനെയാ ഈ സംഭവം, ഇതെങ്ങനെ ഇത്ര വിശദീകരണം ഇത് എവിടുന്നാ വരുന്നത്? അല്ല, അതൊക്കെ വീട്ടിൽ നിന്ന് കണ്ടുപിടിച്ചു. എൻ്റെ ഉമ്മായും എൻ്റെ പെങ്ങന്മാരും എൻ്റെ വൈഫും അവരെല്ലാവരും ഇങ്ങനെ സ്കൈ റേഞ്ചല്ലേ, അവരിങ്ങനെ നമ്മൾ പണ്ട് ഒരു തട്ടയിൽ വെച്ചൊരു മുളക് അരച്ചാലും അത് നല്ല രസമായിരിക്കും. പണ്ട് ഞങ്ങളുടെ വീട്ടിൽ ഒരു കാര്യം ചെയ്യും, നമുക്ക് പിന്നെ ഒരു കറിയും ഇല്ലാത്ത സമയത്ത് ഇവരൊക്കെ പണിയാനൊക്കെ പോയി. കൈപ്പാലക്കുരു, പുളിഞ്ചിക്ക, മരമഞ്ഞൾ എന്നൊക്കെ പറഞ്ഞിട്ട് ഇതൊക്കെ പിന്നെ കാട്ടിൽ നിന്ന് എടുത്തുകൊണ്ട് വന്നിട്ട് ഇങ്ങനെ കൊടുത്തു കഴിയുമ്പോൾ വില കിട്ടുന്നൊരു കാലം. അപ്പം നമ്മളൊക്കെ കുഞ്ഞുങ്ങളാണ്. അപ്പം നമ്മൾ തന്നെ ഒരു കാര്യം ചെയ്ത് കണ്ടുപഠിച്ചിട്ട് ഈ പിന്നെ വറ്റൽമുളകില്ലേ, മുളക്, ഈ വറ്റൽമുളകും പിന്നെ ഉള്ളി ചെറിയ ഉള്ളി, ഇത് രണ്ടും കൂടെ കൂടി നമ്മൾ അടുപ്പിലാണല്ലോ ഈ അടുപ്പിലെ ചാരം മാന്തും. ആ കണല് കിടക്കണ കണല് മാറ്റിയിട്ട് ചാരം മാന്തിയിട്ട് ഇത് രണ്ടും കൂടെ കൂടി ആ ചാരത്തിന് വേവും. ഒരു 2-3 മിനിറ്റ് കഴിയുമ്പോൾ എടുത്ത് കഴിയുമ്പോൾ ഈ മുളകും ചുടും, ഈ പിന്നെ ഉള്ളി അങ്ങ് വേകും, ഒന്ന് വഴവഴാന്നാവും. എന്നിട്ട് ഇത് വെച്ചിട്ട് തട്ടെന്ന് പറയുന്ന സാധനം ഈ അടച്ചേറ്റില്ലേ വടിക്കണേ, കഞ്ഞി വടിക്കണേ, അതന്ന് പലകേടയാ. അതിനൊരു കുഴിയൊക്കെ ഉണ്ടാക്കി തരും മറ്റേ കാർപ്പൻ്റർ. അവിടെ വെച്ചിട്ട് ഇതിങ്ങനെ ഉപ്പും വെച്ചിട്ട് അരക്കി വെച്ചിട്ട് പുളിയും വയ്ക്കും, ശകലം വാളംപുളിയും വെച്ചിട്ട് അരയ്ക്കും. അരച്ച് കഴിഞ്ഞിട്ട് ഈ പുളിയും ഈ ഉള്ളിയും ഈ ഇതും എല്ലാം വെച്ച് അരച്ച് കഴിഞ്ഞിട്ട് വേറെ ഒന്നും ചേർക്കരുത്. എന്നാലും ചൂട് വെന്ത ചോറില്ല, പണ്ടത്തെ കുത്തിരിയാണല്ലോ ഇത്, മറ്റേ നെല്ല് കൊയ്ത അരിയല്ലേ, ഇവിടെ വിളമ്പിയാൽ അവിടെ മണം കേൾക്കും. അതങ്ങ വെന്ത കഞ്ഞി അങ്ങോട്ട് വാരി പൊടിച്ച് ഈ തട്ടേന്ന് ഇങ്ങനെ ഇതണ്ട, ഇതിങ്ങനെ ഇങ്ങനെ എടുക്കണം, ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ ഏറ്റവും ഒറ്റ ഇറക്കൊണ്ടിരുന്ന എൻ്റെ ഉമ്മ ഇറക്കണേ കണ്ടത്. എൻ്റെ ഉമ്മ സത്യം മരിച്ചുപോയി. അവരെ ഇറക്കും അങ്ങനെ. അവരിങ്ങനെ അത് മതി എന്താ പത്ത് ചമ്മന്തി അരച്ചില്ലേ, ഓക്കെ ഇങ്ങനെ ഒരു ചമ്മന്തി അരച്ച് വയ്ക്ക്. ഇതിപ്പോ നാളെ തന്നെ എടുത്തിടും. ഇത് ചുമ്മാ പറയുന്നത്, ഇതൊക്കെ ഉണ്ടാക്കുന്നത് ഞാനല്ലെന്ന്. ഞാനത് വിഷ്വലൈസ് ചെയ്യും. ഇതൊക്കെ എല്ലാ വീടുകളിലും ഉണ്ടാക്കുന്നത്, പഴയ അടുപ്പും അടുക്കളയൊക്കെ നമ്മളായിട്ടത് ഉണ്ടാക്കുന്നൊന്നുമല്ല. ഞങ്ങളുടെ നാട്ടിലൊക്കെ എല്ലാവരും ഉണ്ടാക്കുന്നത്. ഇപ്പൊ എൻ്റെ നാട്ടിൽ കേട്ട് കഴിഞ്ഞാൽ ഇവൻ അവിടെ തട്ടയെ വെച്ച് മുളക് അരച്ചു, അതെല്ലാവരും അരക്കുന്ന അവിടെ. നമ്മൾ ഇങ്ങനത്തുള്ള സ്ഥലത്ത് എന്ന് പറയുമ്പോൾ ഭയങ്കര സമയം. ഇപ്പൊ കോവയ്ക്കാം അല്ലേ, ഓക്കെ അപ്പൊ ഓക്കെ നിർത്താം. നമുക്ക് നമ്മുടെ ചാട്ടുളിയാണ് ചമ്മന്തി അരച്ചുകൊണ്ടിരുന്നില്ല. ജാഫ്രിക്കയുടെ ഇപ്പോഴത്തെ ലുക്കും ഭയങ്കര ഡിഫറെന്റ് ആണല്ലോ. നമ്മുടെ തല അജിത്തിന്റെ ഒക്കെ പോലെ ഫുൾ സോൾട്ട് ആൻഡ് പെപ്പർ ലുക്ക് ഒക്കെ ആണല്ലോ. വേറെ ലുക്കൂടാണ്, അതുകൊണ്ടാണ് ക്യാപ്പ് എടുക്കാൻ പറ്റില്ല. വേറെ സിനിമയുടെ ലുക്കാണല്ലേ. വേറെ 1-2 സിനിമകളുടെ പരിപാടികളുണ്ട്. ഒരു പൊളി പൊളിക്കും. ഇത് ലുക്കൊക്കെ എന്ത് സ്വന്തമായിട്ടാണോ അതോ സ്റ്റൈലിസ്റ്റ് ഒക്കെ? ഇതൊക്കെ വേറെ. രതീഷ് രാമകൃഷ്ണ പൊതുവാൾ എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ സിനിമ, നമ്മുടെ ആൻഡ്രോയിഡ് കുഞ്ഞപ്പനൊക്കെ എടുത്തു, അദ്ദേഹത്തിന്റെ കനകങ്കാമനി കലകം, ചാക്കോച്ചൻ, സ്റ്റീഫൻ പ്രൊഡക്ഷൻ, ചാക്കോച്ചൻ മട, ചാക്കോച്ചൻ, അമ്പാൻ, പിന്നെ നമ്മുടെ സജിനും ജാഫ്രിക്ക. ആദ്യമായിട്ട് ചിദംബരം അഭിനയിക്കുന്നു, ചിദംബരം മറഡോണയുടെ നായിക മറ്റേ ശരണ്യ, അവിടെയൊക്കെ ആയിട്ടുള്ള പടം. പിന്നെ ദിനേഷ് പത്ത് സാർ കാറ്റിനകത്ത്, അതിന്റെ ഒരു അപ്പിയറൻസ്. പിന്നെ ജാഫ്രിക്ക സെൻട്രൽ ക്യാരക്ടർ എന്നൊരു പടമുണ്ട്, ഞങ്ങളൊന്നും ചെയ്യും. അത് ആമോസ് അലക്സാണ്ടർ. അതിലും ഗംഭീര ഗെറ്റപ്പും അടിപൊളി സിനിമ. അതിനെനിക്കൊരു ഗുണം ചെയ്തു തന്നു പൃഥ്വിരാജ് എന്ന് പറയുന്ന സാറ്. അദ്ദേഹം എൻ്റെ ആ പോസ്റ്റർ എനിക്ക്, അദ്ദേഹം ഇവിടെ ആയിരുന്നു ന്യൂസിലാൻഡില്, അവിടെ നിന്ന് അദ്ദേഹം എനിക്ക് പോസ്റ്റ് ചെയ്ത് സഹായിച്ചു.